ചക്കയുടെ മാങ്ങയുടെ ഒക്കെ കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും കാണുന്ന ഒരു കറിയും കൂടിയാണ് കടച്ചക്ക കറി. അതിപ്പോൾ വറുത്തരച്ചിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും തോരൻ വെച്ചിട്ടാണെങ്കിലും മിക്കപ്പോഴും കാണും കേട്ടോ. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ 2 കടച്ചക്ക കിട്ടിയപ്പോൾ നല്ലോണം തേങ്ങയൊക്കെ അരച്ച് വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് തീരുമാനിച്ചേ. അതിനായിട്ട് കടച്ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും അതേപോലെ തന്നെ കുഞ്ഞുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇതേപോലെ ചുമക്ക ഒന്നുങ്ങ് വറുത്തും കൂടി എടുക്കുന്നുണ്ട്. പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒന്നുങ്ങ് വഴറ്റിയെടുക്കാം. അതിനുശേഷം തണുത്ത് വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലോണം തന്നെ ഒന്നുങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഒട്ടും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പകുതി അരപ്പും അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും 2 പച്ചമുളകും ഒക്കെ ചേർത്ത് പകുതി വേവാവുന്നവരെ ഒന്നുങ്ങ് വേവിച്ചെടുക്കാം. പകുതി വേവായി കഴിയുമ്പോൾ നമ്മുടെ ബാക്കി അരപ്പിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് വേവിച്ച് കറി ഇറക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കടുകും കൂടി താളിച്ചങ്ങ് ചേർത്താൽ മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതേപോലുള്ള വറുത്തരച്ച കറികളൊക്കെ ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് ഒന്ന് തണുത്ത് വരുമ്പോൾ കഴിക്കുന്നത് കേട്ടോ. അതൊരു അടിപൊളി ടേസ്റ്റാണ്. എത്രത്തോളം തണുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടി വരികയുള്ളൂ. അപ്പോൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ.